ഹായ് നമസ്കാരം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടായാലേ ഈ ചാനലുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള പുതിയ ചിത്രമായ ഭ്രമയുഗത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിങ് കഴിഞ്ഞത് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അറിയിച്ചുകൊണ്ട് നമ്മുടെ മമ്മൂക്ക തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ പോസ്റ്റർ, ഒരു നല്ലൊരു പോസ്റ്ററാണ്. വെറൈറ്റി ആയിട്ട് നാക്കൊക്കെ നീട്ടി ഒരു ഡെവിൽ ലുക്കിലോട്ട് പോകുന്ന ഒരു മമ്മൂക്കയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കും എല്ലാം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ടീസർ തന്നെ ഗംഭീരമായ ടീസറായിരുന്നു ഭ്രമയുഗത്തിൽ നൽകിയിരിക്കുന്നത്. രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ ഭൂതകാലമൊക്കെ സംവിധാനം ചെയ്ത ആൾ. അപ്പോൾ ഈ ഭ്രമയുഗം ഫെബ്രുവരി 15 റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം റിലീസ് ചെയ്യുന്ന സമയത്തോടു കൂടി ഇപ്പം എന്താ പറയുക, ഇതിനൊരു ഹൈപ്പ് വെച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു സിനിമയുടെ മാസ് ഹൈപ്പ് അങ്ങനൊന്നുമല്ല, മമ്മൂക്കയുടെ കിടുക്കൻ ക്യാരക്ടർ അല്ലെങ്കിൽ കിടുക്കൻ അഭിനയം കാണാനായിട്ടുള്ള ഒരു ഹൈപ്പ് വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു ഹൈപ്പ് ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പം മമ്മൂക്കയുടെ മിക്ക ചിത്രങ്ങളിലും ഇപ്പം ഒരു സിനിമ എന്ന രീതിയിലല്ല ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഹൈപ്പ് കാരണം കുറച്ച് പരാജയപ്പെട്ടു പോയ നമ്മുടെ ബാലിബൻ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ബാലിബന് ലാലേട്ടന് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നതെങ്കിലും ആ പടത്തിൻ്റെ ഹൈപ്പൊക്കെ കാരണം പടം പോയിരിക്കുകയാണ്. പക്ഷെ അത് ഹൈപ്പ് കിട്ടിയിരിക്കുന്ന മൊത്തം പടത്തിനായി പോയി. പക്ഷെ മമ്മൂക്കയ്ക്ക് കുറച്ച് സിനിമകൾ, അതായത് ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയ കാതലായാലും റോഷോക്ക് ആയാലും അങ്ങനെ ഇറങ്ങിയ മിക്ക പടങ്ങളിലും മമ്മൂക്കയുടെ ക്യാരക്ടറിനാണ് ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ക്യാരക്ടറും അല്ലെങ്കിൽ ഓരോ സിനിമയും മമ്മൂക്കയുടെ ഇറങ്ങുമ്പോൾ തന്നെ ഹൈപ്പ് കൂടാൻ മെയിൻ കാരണം, അല്ലെങ്കിൽ ഹൈപ്പ് ആൾക്കാർ കൊടുക്കുന്നത് മമ്മൂട്ടിയുടെ ക്യാരക്ടറിനാണ്. അത് പാളിപ്പോയി കഴിഞ്ഞാലേ ആ സിനിമയ്ക്കൊരു മോശം സംഭവിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മമ്മൂക്കയുടെ ക്യാരക്ടർ അങ്ങനെ ഫ്ലോപ്പായി പോകത്തില്ല, പുള്ളി അത് പൊളിച്ചെടുക്കും. ഇപ്പം എടുക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറും എല്ലാം ഇപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തന്നെ നോക്കിക്കണ്ടാണ് മമ്മൂക്ക തന്നെ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഹൈപ്പ് പ്രേക്ഷകൻ വെക്കുകയാണെങ്കിൽ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്ക ഇപ്പോൾ ഓരോ കഥാപാത്രവും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭ്രമയുഗത്തിന് ആ ഒരു ക്യാരക്ടറിൽ കിട്ടിയിരിക്കുന്ന ഹൈപ്പ് അതെല്ലാവരും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മമ്മൂക്ക ഫാൻ ആയാലും ഏതൊരു മലയാള സിനിമ അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിൻ്റെ ഫാനായിട്ടുള്ള ഏതൊരാളും ആ സിനിമയ്ക്കല്ല ഹൈപ്പ് വെച്ചിരിക്കുന്നത്, മമ്മൂക്ക എന്ന ക്യാരക്ടറിന് നമുക്ക് മമ്മൂക്കയ്ക്കാണ് ഹൈപ്പ് വെച്ചിരിക്കുന്നത്. അതിൽ ഗംഭീരമായി മമ്മൂക്ക തകർത്താടും എന്ന് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകൻ രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിൻ്റെ മുൻകാലത്തിൽ ഇറങ്ങിയ ഭൂതകാലം എന്ന സിനിമ OTT പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങിയത്. പക്ഷെ അത് അത് എല്ലാവരും നല്ല അഭിപ്രായം നേടിയ, കാരണം മൊബൈലിൽ തന്നെ കണ്ട് ഞെട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് അന്നത്തെ ഒരു ദിവസം നമ്മളെ ഭയങ്കരമായിട്ട് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഒക്കെ കൊണ്ട് ആക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംവിധായകനും മമ്മൂക്കയും ഒന്നിക്കുന്നു. അപ്പം സിനിമയും അതുപോലൊരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് ഓഫീസ് തന്നെ ഈ പ്രമേഹം എന്ന ചിത്രത്തിന് വളരെ വലിയൊരു കളക്ഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഫെബ്രുവരി 15 റിലീസ് ചെയ്യുകയാണ്. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പ് ഒരു സിനിമ നശിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഇതിന് ഹൈപ്പ് ഉണ്ട്. അതിപ്പോൾ ആൾക്കാർ കാണുന്നത് സിനിമയുടെ ഹൈപ്പ് വെച്ച് കാണരുത്. സിനിമ ഭ്രമയുഗത്തിൻ്റെ ഒരു രീതി തന്നെ ടീസറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് ഹൈപ്പ് ആ രീതിയിലേ ഉള്ളൂ. പക്ഷെ മമ്മൂക്കയുടെ ക്യാരക്ടർ നമ്മൾ ഹൈപ്പ് കൊടുത്ത് പോകുന്നുണ്ട്. അത് നിരാശപ്പെടുത്തില്ലെന്ന് എനിക്കും 100% ഉറപ്പുണ്ട്, നിങ്ങൾക്കും 100% ഉറപ്പുണ്ട്. അപ്പം അതിൻ്റെ ട്രെയിലർ ഏകദേശം ഈ ആഴ്ചയോടുകൂടി ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതോടുകൂടി നമുക്കൊരു ആ സിനിമയെക്കുറിച്ചൊരു ഒരു എന്താ ധാരണ നമുക്ക് കിട്ടും. അതെങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പിൻ്റെ കേസൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു പരാജയം ആയാൽ പോലും, അല്ലെങ്കിൽ ഇൻ കേസ് ഒരു പരാജയം ആണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിനയ ശൈലി കൊണ്ട് ചിലപ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ പോകും. എക്സാമ്പിൾ കാതൽ തന്നെ മമ്മൂക്കയുടെ പടം അല്ലെങ്കിൽ മമ്മൂക്കയുടെ അഭിനയ രീതി കാരണം തന്നെ കുറച്ച് മുന്നേറിപ്പോയൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ കൂടി ആയിരിക്കണം സിനിമ കാണുന്നത്. ഒരു സിനിമയെ ഹൈപ്പ് കൊടുത്ത് നമ്മൾ വലിയ ഭയങ്കര എന്ന് പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് പ്രമേഹം ഈ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ സിനിമ ഭയങ്കര സിനിമയാണെന്ന് വിചാരിച്ച് പോകാതെ മമ്മൂക്കയുടെ ക്യാരക്ടർ അതിനനുസരിച്ചുള്ള കഥയാണ്. അല്ലാതെ വലിയ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഫെബ്രുവരി 15 പ്രമേഹം റിലീസ് ചെയ്യുക.